ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ 8ാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി വന്നതിന് അനുസൃതമായി ധാരാളം വാർത്തകളും ഒക്കെ ചാനലുകൾ വരുമ്പോഴും ഇതിനോട് ഒന്ന് പ്രതികരിക്കേണ്ട എന്നാണ് ഞാൻ വ്യക്തിപരമായി കരുതിയത്. കാരണം കോടതിയുടെ വിധി അന്തിമമാണ്. ഇനി മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അത് സത്യം മാറി മറിഞ്ഞാലും വിധി മാറി മറിഞ്ഞു കഴിഞ്ഞാലും അതിന് നമ്മുടെ ഇരയ്ക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഇരിക്കുമ്പോഴും ഇതിനോടൊരു പ്രതികരണം നടത്തേണ്ട. കാരണം എല്ലാ മാധ്യമങ്ങളും മിക്ക ചാനലുകളും തന്നെ ഇതിനോട് പ്രതികരണം നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ചോരുന്ന കത്തുകളും കരയുന്ന അതിജീവിതയും നീതി കിട്ടിയില്ല എന്ന് പലരും വിലപിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുവാൻ ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഈ പ്രതികരണം. ഇവിടെ ഏത് തരത്തിലുള്ള സത്യമാണ് നീതിയാണ് നടപ്പായത്? കോടതിയിൽ നീതിയാണ് നടപ്പാകുന്നത്, സത്യമല്ല. സത്യമെന്ന് പറയുന്നത് നടന്ന സംഭവമാണ്. നീതി എന്ന് പറയുന്നത് ന്യായ അന്യായങ്ങളുടെ ഒരു ചർച്ചയിൽ അവിടെ തെളിവുകളുടെയും വാഗ്വാദങ്ങളുടെയും അതുപോലെ തന്നെയുള്ള പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ച് മാത്രം വരുന്ന ഒരു വിധിയാണ്. അതല്ല എങ്കിൽ ഒരു തീർപ്പാണ്. ആ തീർപ്പിനെക്കുറിച്ച് നമുക്ക് എന്ത് പറയുവാനായിട്ട് സാധിക്കും? കാരണം എന്തെങ്കിലും കോടതിയെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. അത് തന്നെ ഒരു കോടതി അലക്ഷ്യമാണ്. എങ്കിലും ഈ രാത്രിയുടെ യാമത്തിൽ പകൽ വെളിച്ചത്ത് പോലും പറയണ്ട എന്ന് കരുതിയത് ഈ രാത്രിയുടെ യാമത്തിൽ ഈ വഴിവിളക്കിൻ്റെ ചുവട്ടിലിരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ എനിക്ക് പറയുവാനുള്ളത്, എനിക്ക് ആഗ്രഹമുള്ളത്, എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ അതിജീവിതയുടെ 8 വർഷക്കാലത്തെ നൊമ്പരം, 8 വർഷക്കാലത്തെ യാത്രയുണ്ട്. ആ യാത്രയെന്ന് പറയുന്നത് സത്യത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്, സത്യത്തിന് വേണ്ടിയുള്ള പൊരുതലാണ്. കുറേയധികം ആളുകൾ ഇതാ വീണ്ടും ആക്രമിക്കുവാനായിട്ട് വാക്ശരങ്ങളുമായി സ്വന്തം ആ ഒരു ഫീൽഡിൽ തന്നെയുള്ള സിനിമാ മേഖലയിൽ തന്നെയുള്ള ആളുകൾ ശക്തനായ ആളിൻ്റെ കൂടെ നിൽക്കുകയും ഇവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നുള്ള ആ ഒരു ബോധത്തിനോട് കൂടെ നിൽക്കാതെ വരുമ്പോഴും അവരോടുകൂടി സഹതപിക്കാൻ പോലും സാധിക്കാതെ വരുമ്പോഴും നമ്മുടെ കേരള സമൂഹമേ, കേരള മാനവികതയെ നിങ്ങളാണ് പ്രതികരിക്കേണ്ടത്. നിങ്ങളാണ് ആ അതിജീവിതയ്ക്ക് ശക്തി പകർന്നു കൊടുക്കേണ്ടത്. കാരണം ഇത് അതിജീവിതയ്ക്ക് വേണ്ടി മാത്രം, ആ നടിക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പോരാട്ടമല്ല. മറിച്ച് ഇതുപോലെ ആയിരക്കണക്കിന് പീഡിപ്പിക്കപ്പെടുന്ന അമ്മമാർക്കും സ്ത്രീകൾക്കും വ്യക്തികൾക്കും വേണ്ടിയുള്ള ഒരു സമരമാണ്. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ഭാഗഭാക്കാകേണ്ടത് നമ്മുടെ തന്നെ ഇച്ഛാശക്തിയും നമ്മുടെ സപ്പോർട്ടുമാണ്. അവിടെ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ വാതിലടച്ച് കരഞ്ഞുകൊണ്ട് TV പോലും ഓഫാക്കിക്കൊണ്ട് നേരത്തെ അറിയാമായിരുന്ന ആ വിധി എന്താണെന്ന് പോലും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി എനിക്ക് എവിടെ നീതി കിട്ടും, ഞാൻ ഇനി ഇതിൽ കൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അതിജീവിത വിലപിക്കുമ്പോൾ കേരള സമൂഹമേ, നമ്മളാണ് കൂടെ നിൽക്കേണ്ടത്, നമ്മളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മളാണ് കൂടെയുണ്ട് എന്ന് പറയേണ്ടത്. അങ്ങനെയുള്ള കൂടിച്ചേരലുകളാണ്, അങ്ങനെയുള്ള സപ്പോർട്ടുകളാണ് നമ്മുടെ നാടിനെ പുതിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആ കീഴടക്കൻ്റെയും ചൂഷണത്തിൻ്റെയും കാലങ്ങൾ കഴിഞ്ഞുവെന്ന് ഇങ്ങനെയുള്ള മേലാളന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഓർമ്മിപ്പിക്കുവാനായിട്ട് അതിജീവിതരൊപ്പം നമുക്ക് നിൽക്കാം. കത്ത് ചോർന്നത് എന്നുള്ളത് വാസ്തവമാണെങ്കിൽ, വിധി ചോർന്നത് എന്നുള്ളത് സത്യമാണ് എങ്കിൽ ഈ വിധിയെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതും അന്വേഷണങ്ങൾക്ക് കൂടെയാണ്, അന്വേഷണങ്ങളുടെ പിറകെയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിലൂടെ സത്യം വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. മേൽക്കോടതികളിൽ കൂടുതൽ തെളിവുകളുമായിട്ട് 8ാം തീയതി വിധി പ്രസ്താവിച്ചുവെങ്കിലും ഈ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് പുറത്തു വരുന്നത്. അപ്പോഴാണ് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എന്ത് ലൂപ്പ് ഹോളിലാണ് ഇത് ഗൂഢാലോചന തെളിയിക്കപ്പെടുവാതിരിക്കുവാനായിട്ട് സാധിച്ചതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ആ കൂടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നീതിക്ക് വേണ്ടി പോരാടുവാനായിട്ടുള്ള ഇച്ഛാശക്തി ലഭിക്കട്ടെ. പോലീസിന് തങ്ങളുടെ ചോർന്നു പോകാത്ത ആ വീര്യം വീണ്ടും കൂടെ കൂട്ടിക്കൊണ്ട്
സത്യത്തിന് വേണ്ടി പ്രയത്നിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതിന് എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഒത്താശ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു. ജനസ്വരം അത് സത്യത്തിൻ്റെ കൂടെയാണ്, പീഡിപ്പിക്കപ്പെട്ടവളുടെ കൂടെയാണ്, അതിജീവിതരൊപ്പമാണ്. ലാൽ സലാം, ജയ് ഹിന്ദ്, സത്യമേവ ജയതേ.